നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. മകന്റെ വിജയം ആഘോഷിക്കാൻ അച്ഛൻ സന്തോഷത്തോടുകൂടി എത്തിയതായിരുന്നു. വീട്ടിലെത്താനായില്ല, ആ മകന്റെ കണ്ണുകൾ കാണാനുമായില്ല. നാട്ടിലേക്കുള്ള യാത്രക്കിടെ റാസൽ ഖൈമ രാജ്യാന്തര വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച മലയാളി മകനു വേണ്ടി കരുതിയ സമ്മാന പൊതികൾ UAE KMCC പ്രവർത്തകർ വീട്ടിലെത്തിച്ചു നൽകി. 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും ഉന്നത മാർക്ക് നേടിയ മകനുള്ള സമ്മാനവുമായാണ് കുറ്റ്യാടി കായക്കോട് സ്വദേശി മഞ്ചക്കൽ പവിത്രൻ യാത്രക്കെത്തിയത്. എന്നാൽ വിധി അതിനനുവദിക്കാതെ പവിത്രൻ അന്ത്യയാത്രയായി. മകന് വാങ്ങിച്ച സമ്മാനം അടങ്ങുന്ന ലഗേജ് UAE KMCയുടെ മറ്റൊരു ചാർട്ടേഡ് വിമാനത്തിൽ ഹരീഷ് എന്ന യാത്രക്കാരൻ വഴി ഇന്നലെ നാട്ടിലെത്തിക്കുകയായിരുന്നു. അജ്മാനിൽ ജ്വല്ലറി തൊഴിലാളിയായിരുന്നു പവിത്രൻ. കോവിഡ് വ്യാപനത്തോടെ സ്ഥാപനം പൂട്ടിയതിനാൽ തൊഴിൽ നഷ്ടമായി പ്രവാസി കൂട്ടായ്മ വഴി നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. മകൻ ധനൂപിന്റെ 10ാം ക്ലാസ് പരീക്ഷാഫലം വന്ന ജൂൺ 30 തന്നെ മടങ്ങണമെന്നായിരുന്നു പവിത്രൻ ആഗ്രഹിച്ചത്. മകന് നൽകാൻ സമ്മാനങ്ങളും വാങ്ങി പെട്ടി നിറച്ചിരുന്നു. എമിഗ്രേഷൻ നടപടികൾക്കിടെ കുഴഞ്ഞു വീണ പവിത്രനെ ഉടൻ റാസൽ ഖൈമയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണശേഷം നടത്തിയ കോവിഡ് പരിശോധനയിൽ ഫലം പോസിറ്റീവായതോടെ UAEയിൽ തന്നെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ മകന് സമ്മാനവുമായിട്ട് നാട്ടിലേക്ക് പുറപ്പെട്ട മലയാളി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച വാർത്ത പ്രവാസ ലോകത്തെ തന്നെ കണ്ണീരിലാഴ്ത്തി. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹത്തിന് COVID-19 പോസിറ്റീവാണെന്ന് കണ്ടെത്തി. അജ്മാനിലെ ഒരു ജ്വല്ലറിക്ക് കീഴിൽ സ്വർണ്ണാഭരണ നിർമ്മാണ ജോലി ചെയ്തിരുന്ന പവിത്രൻ COVID-19 കാരണം കഴിഞ്ഞ 3 മാസത്തോളമായി തൊഴിലില്ലാതെ കഴിയുകയായിരുന്നു. തുടർന്ന് സന്നദ്ധ സംഘടനയുടെ സഹകരണത്തോടെ വിമാന ടിക്കറ്റ് സ്വന്തമാക്കി നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ചാർട്ടേഡ് വിമാനമായ സ്പൈസ് ജെറ്റിൽ യാത്ര തിരിക്കാൻ അജ്മാനിൽ നിന്ന് ബസ് മാർഗമാണ് ഇദ്ദേഹം റാസൽ ഖൈമയിലെത്തിയത്. മകന്റെ SSLC പരീക്ഷാഫലം വന്ന ദിവസം തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുന്നതിൽ പവിത്രൻ ഏറെ സന്തോഷവാനായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മകൻ ധനൂപിന് പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കൂടി കിട്ടിയതോടെ സന്തോഷം ഇരട്ടിക്കുകയും ചെയ്തു. മകൻ ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു. പിന്നീട് സുഹൃത്തുക്കൾ പലരും പവിത്രനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയിരുന്നില്ല. പിന്നീടാണ് മരിച്ച വിവരം അറിയുന്നത്. അതോടൊപ്പം തന്നെ പവിത്രന്റെ മകന്റെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്ത് ഷംസീർ വയലിൽ. പവിത്രന്റെ മകൻ ധനൂപിന്റെ തുടർ പഠന ചെലവ് ഏറ്റെടുത്തതായി VPS ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ വയലിൽ അറിയിച്ചു. +2 ബിരുദ പഠന ചെലവുകളാണ് ഡോക്ടർ ഷംഷീർ വഹിക്കുക. അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ കുടുംബത്തിനും കൈമാറും. അത്താണി നഷ്ടമായി ദുരിതത്തിലായ കുടുംബത്തിന് പിന്തുണയുമായി ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ ഷംഷീർ എത്തിയത് യാദൃച്ഛികമായാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.